നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അതാണ് ഒന്നാമത്തേത്. വജ്തനിബു ത്വാഗൂത്ത്, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന സർവ്വതിനെയും അകറ്റി നിർത്തുക, അതാണ് രണ്ടാമത്തേത്. തൗഹീദിന്റെ അടിത്തറ. ഇത് ഒരാൾ പാലിച്ചാൽ അവൻ മുസ്ലിമാണ്, അവൻ ഇസ്ലാമിന്റെ വൃത്തത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ പ്രാഥമികമായ ഉദ്ദേശം. രണ്ടാമത്തേത് തൗഹീദിന്റെ പൂർത്തീകരണമാണ്. ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച് അവിടെ തന്നെ നിൽക്കണോ വേണ്ടത്? അല്ല, മുന്നോട്ട് നടക്കണം. തൗഹീദിന്റെ പൂർത്തീകരണത്തിലെ പടികൾ രണ്ടെണ്ണമാണ്. ഒന്ന് തഹ്ഖീഖു തൗഹീദിൽ വാജിബ്, ഒന്ന് നിർബന്ധമായും പൂർത്തീകരിക്കേണ്ട തൗഹീദാണ്. ഒന്ന് നിർബന്ധമായും പൂർത്തീകരിക്കേണ്ട തൗഹീദാണ്. ആ തൗഹീദ് പാലിക്കുക, പൂർത്തീകരിക്കുക എന്നത് എല്ലാവരുടെ മേലും നിർബന്ധമാണ്. അതിൽ എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷ ലഭിക്കാൻ അവന് സാധ്യതയുണ്ട്. പക്ഷെ അവൻ കാലാകാലം നരകത്തിൽ കിടക്കുമോ? ഇല്ല. പണ്ഡിതന്മാർ പറഞ്ഞു തഹ്ഖീഖു തൗഹീദിൽ വാജിബ്, നിർബന്ധമായും അവൻ പൂർത്തീകരിക്കേണ്ട തൗഹീദ് അത് രണ്ട് അടിത്തറകളിലാണ് നിലകൊള്ളുന്നത്. ഒന്നാമത്തേത് ചില കാര്യങ്ങൾ ഉപേക്ഷിക്കലാണ് എങ്കിൽ രണ്ടാമത്തേത് ചില കാര്യങ്ങൾ പ്രവർത്തിക്കലാണ്. ഒന്നാമത്തേത് ചില കാര്യങ്ങൾ ഉപേക്ഷിക്കലാണ്, രണ്ടാമത്തേത് ചില കാര്യങ്ങൾ പ്രവർത്തിക്കലാണ്. ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ മൂന്നെണ്ണമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കാൻ നോക്കുക. ഒരു വല്ല നമ്മൾ ട്രീ വരക്കുക എന്ന് പറയും, മനസ്സിൽ ഇത് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി. ഇനി പറയുന്ന 4 കാര്യങ്ങൾ നിർബന്ധമാണ്. തൗഹീദിന്റെ നിർബന്ധമായ പൂർത്തീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില കാര്യങ്ങൾ പ്രവർത്തിക്കലും ചില കാര്യങ്ങൾ ഉപേക്ഷിക്കലുമാണ്. ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ 3 എണ്ണമാണ്. ഒന്നാമത്തെ കാര്യം അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്കാണ്. ഒരാൾ തൗഹീദ് ജീവിതത്തിലുണ്ട്, അല്ലാഹു അല്ലാത്തവരെ ദുആ ചെയ്യുന്നില്ല, അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുന്നില്ല, തൗഹീദിന്റെ അടിത്തറയുണ്ട്. എന്നാൽ ശിർക്കുൻ അസ്ഗർ അവന്റെ ജീവിതത്തിൽ വന്നാലോ തൗഹീദിൽ കുറവ് വരുത്തിയവനാണ്. നിർബന്ധമായും നേടിയെടുക്കേണ്ട തൗഹീദ് അവന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്താണ് ശിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ? ഷിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ അതിന് പല ഉദാഹരണങ്ങളും ഇൻഷാ അല്ലാഹ് ചിലത് നമ്മൾ പിന്നീട് പറയുന്നതാണ്. അതിൽപ്പെട്ടതാണ് അല്ലാഹു അല്ലാത്തവരെ ഉദ്ദേശിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യുക എന്നത്. ഉദാഹരണത്തിന് നിസ്കരിക്കുമ്പോൾ ഒരാളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുക, ദീന് പഠിക്കുക, അതുകൊണ്ട് ആളുകൾ അവൻ ആലിമാണെന്ന് പറയാൻ ആഗ്രഹിക്കുക, സദഖ നൽകുക, അവൻ ദാനധർമ്മിയാണെന്ന് ജനങ്ങൾ പുകഴ്ത്താൻ ഉദ്ദേശിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക, അതുകൊണ്ട് അവൻ ധൈര്യവാനാണെന്ന് ആളുകൾ പറയുന്നത് ആഗ്രഹിക്കുക. ഷിർക്കുൻ അസ്ഗറാണ്. ഷിർക്കുൻ അസ്ഗർ അവൻ ഒഴിവാക്കണം. അതിൽ നിന്ന് അവന്റെ ജീവിതത്തെ അവൻ ശുദ്ധീകരിക്കണം. അത് തൗഹീദിന്റെ നിർബന്ധമായ പൂർത്തീകരണമാണ്. അതിന് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവൻ നിർബന്ധമായും ഉപേക്ഷിക്കേണ്ടത് ബിദ്അത്തുകളെയാണ്. ബിദ്അത്ത് ഉപേക്ഷിക്കണം. കുല്ലു ബിദ്അത്തുൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ജുമുഅകളിലും അത് പറയാറുണ്ടായിരുന്നു. എല്ലാ ബിദ്അത്തുകളും ളലാലത്തുകളാണ്, വഴികേടുകളാണ്. അവിടുന്ന് പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ആരെങ്കിലും നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം പ്രവർത്തിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ്. ബിദ്അത്ത് അവൻ ഉപേക്ഷിക്കണം. എന്തുകൊണ്ടാണ് ബിദ്അത്ത് തൗഹീദിൽ കുറവ് വരുത്തുമെന്ന് പറയുന്നത്? ചില പണ്ഡിതന്മാർ പറഞ്ഞു, ബിദ്അത്ത് ചെയ്യുന്നവൻ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അർഹതപ്പെട്ട കാര്യത്തിൽ അവൻ സ്വയം കൈകടത്തുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ദീനിൽ ഇബാദത്ത് നിശ്ചയിക്കാൻ ആർക്കു മാത്രം അവകാശമുള്ളൂ? അള്ളാഹുവിന് മാത്രം അവകാശം. അവനാണ് ശാരിഅ, മതനിയമങ്ങൾ നിശ്ചയിക്കുന്നവൻ അള്ളാഹുവാണ്. ഇവൻ പറയാൻ അള്ളാഹു നിശ്ചയിച്ച മതനിയമങ്ങൾ അത് പോരാ, ഞാൻ കുറച്ചുകൂടി ഉണ്ടാക്കണം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസനതൻ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കുകയും അത് നല്ലതാണ് എന്ന് പറയുകയും ചെയ്താൽ അവൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്തിൽ, അവിടുത്തെ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ്. അള്ളാഹു ദീൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പൂർത്തിയായിട്ടില്ല, ചിലത് ഞാൻ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അവൻ നിർബന്ധമായും ഉപേക്ഷിക്കേണ്ട രണ്ടാമത്തെ കാര്യം ബിദ്അത്താണ്. ഒന്നാമത്തേത് ഷിർക്കുൻ അസ്ഗർ, രണ്ടാമത്തേത് ബിദ്അത്ത്. മൂന്നാമത്തെ കാര്യം അൽ ഇസ്റാറു അലൽ കബായിർ, വൻപാപങ്ങൾ തുടർച്ചയായി ചെയ്യുക എന്നത് അവൻ നിർബന്ധമായും ഉപേക്ഷിക്കണം. വൻപാപങ്ങളിൽ ചിലത് ചിലപ്പോൾ സംഭവിച്ചു പോകുക എന്നത് മനുഷ്യ സഹജമാണ്. ചില ആളുകൾക്ക് ചിലപ്പോൾ തിന്മകളിൽ വീണുപോയേക്കാം. പക്ഷേ തിന്മയിൽ തുടരുക എന്നത്, അതിൽ നിന്ന് തൗബ ചെയ്യാതെ നിലനിൽക്കുക എന്നത്, അത് തീർത്തും ഉപേക്ഷിക്കാതെ വിടുക എന്നത് അത് പാടില്ല. എന്തുകൊണ്ട് ഇത് തൗഹീദുമായി പണ്ഡിതന്മാർ ബന്ധപ്പെടുത്തിയത്?
അവർ പറഞ്ഞു, കാരണം വൻപാപങ്ങൾ സ്ഥിരമായി ചെയ്യുന്നവൻ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് മുകളിൽ തൻ്റെ സ്വന്തം ദേഹേച്ഛകളെയും താല്പര്യങ്ങളെയും മുന്നിൽ വച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവില്ല, മുശ്രിക്കാവില്ല, കാഫിറാവില്ല. എന്നാൽ അവൻ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് മുകളിൽ തൻ്റെ ഇഷ്ടത്തെ വെച്ചതിനാൽ അള്ളാഹുവിനുള്ള അവകാശത്തിൽ അവൻ ചില കുറവുകൾ വരുത്തിയിരിക്കുന്നു. അതവൻ്റെ തൗഹീദിൽ പൂർത്തീകരണത്തിൽ കുറവ് വരുത്തുന്നു. തൗഹീദ് മൊത്തത്തിൽ ഇല്ലാതെയാക്കുമോ? ഇല്ല. തൗഹീദ് മൊത്തത്തിൽ ഇല്ലാതെയാകണമെങ്കിൽ എന്ത് സംഭവിക്കണം? വലിയ ശിർക്കോ കുഫ്രോ വലിയ നിഫാഖോ സംഭവിക്കണം. കപടവിശ്വാസിയാകുക, അതല്ലെങ്കിൽ കുഫ്ർ ചെയ്യുക, അതല്ലെങ്കിൽ ഷിർക്ക് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ഏതൊക്കെ 3 കാര്യങ്ങൾ? ഷിർക്കുൻ അസ്ഗർ, ബിദ്അത്തുകൾ, അൽ കബായിർ, വൻപാപങ്ങൾ. വൻപാപങ്ങളിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഉദാഹരണത്തിന് അൽ ഇസ്തിംറാറു അല സഗായിർ, ചെറു പാപങ്ങൾ തുടർച്ചയായി ചെയ്യുന്നത് വൻപാപമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, ലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ വലാ സഗീറത മഅൽ ഇസ്തിംറാർ. ഒരു പാപവും അള്ളാഹുവിനോട് നീ തൗബ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് വലിയ പാപമല്ല, അള്ളാഹ് ഏതും പുറത്തുതരും. ഏത് തെറ്റും നീ തൗബ ചെയ്താൽ അള്ളാഹു പുറത്തുതരും. ഒരു പാപവും വലുതല്ല, പുറത്തു തരാത്ത പാപമായി ഒന്നുമില്ല. ശിർക്ക് പോലും മരിക്കുന്നതിന് മുൻപ് ഒരാൾ തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കും. വലാ സഗീറത മഅൽ ഇസ്തിംറാർ, ഒരു തിന്മയും തുടർച്ചയായി ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ചെറിയ തിന്മയല്ല. ചെറിയ തിന്മ കുറെ കുറെ കൂടി അവസാനം അത് ചിലപ്പോൾ വൻപാപങ്ങളെ കവച്ചു വെക്കും. ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ 3 ഷിർക്കുൽ അസ്ഗർ, അൽ ബിദ്അതു, അൽ കബായിർ. ചെയ്യേണ്ട കാര്യം 1, ഒരു കാര്യം ചെയ്യണം. എന്താണത്? വാജിബുകൾ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കണം. 5 നേരത്തെ നിസ്കാരം, സകാത്ത് നിർബന്ധമാണെങ്കിൽ അത്, റമദാനിലെ നോമ്പ്, ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക. ഉംറ പണ്ഡിതന്മാരിൽ പലരുടെ അഭിപ്രായം സാധിക്കുമെങ്കിൽ നിർബന്ധമാണ്. ഇങ്ങനെ നിർബന്ധമായും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അവൻ പ്രാവർത്തികമാക്കണം. ഈ 4 കാര്യം ഒരാളിൽ ഉണ്ടായാൽ അവൻ തഹ്ഖീഖു തൗഹീദ് അൽ വാജിബ്, നിർബന്ധമായ തൗഹീദിന്റെ പൂർത്തീകരണം എത്തിപ്പിടിച്ചിരിക്കുന്നു. എന്താണ് ഈ പറഞ്ഞ തൗഹീദ് പൂർത്തീകരിച്ചവർക്കുള്ള പ്രതിഫലം? അവൻ ഒരിക്കലും നരകത്തിൽ പോവില്ല, ഒരിക്കലും നരകത്തിൽ പോവില്ല. അവന് നരകത്തിലേക്ക് യാതൊരു നിലക്കും അവൻ പ്രവേശിപ്പിക്കപ്പെടുന്നതല്ല. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാണ്. ഒരിക്കലും. കാരണം അവൻ വലിയ വൻപാപം ചെയ്തിട്ടില്ല, ബിദ്അത്ത് ചെയ്തിട്ടില്ല, ശിർക്കുൻ അസ്ഗർ ചെയ്തിട്ടില്ല, അവൻ വാജിബെല്ലാം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കലും അറാബി വന്നുകൊണ്ട് ചോദിച്ചതുപോലെ പല ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. ആ കൂട്ടത്തിൽ അദ്ദേഹം ചോദിച്ചു, 5 നേരത്തെ നിസ്കാരം നിർബന്ധമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. ഫഹൽ അലയ്യ ഗൈറുഹ, 5 നേരത്തെ നിസ്കാരമല്ലാതെ മറ്റു വല്ലതും നിർബന്ധമായി ഉണ്ടോ? ലാ, ഒന്നും നിർബന്ധമില്ല. ഇല്ല അൻ തതവ്വ, നീ സുന്നത്തായി വല്ലതും ചെയ്യുന്നുണ്ട് എങ്കിൽ നിനക്കത് ചെയ്യാം. പിന്നെ സകാത്തിനെ കുറിച്ച് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞു. ഫഹൽ അലയ്യ ഗൈറുഹ, അതല്ലാതെ വല്ലതും നിർബന്ധമുണ്ടോ? ലാ ഇല്ല അൻ തതവ്വ, സുന്നത്തായത് വല്ലതും ചെയ്യുന്നുണ്ട് എങ്കിലല്ലാതെ അത് നിനക്ക് ചെയ്യാം. നിർബന്ധമായിട്ടൊന്നുമില്ല, സകാത്താണ് നിർബന്ധം. നോമ്പ് റമദാനിൽ നിർബന്ധം, വേറെന്തെങ്കിലും നിർബന്ധമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇല്ല അൻ തതവ്വ. ഇത് കേട്ട് ഈ മനുഷ്യൻ അയാൾ പറഞ്ഞു, ലാ അസീദ് വല്ലാഹി ലാ അസീദു അലാ ഹാദാ വലാ അൻഖുസ്. അല്ലാഹു തന്നെ സത്യം, ഞാൻ ഈ പറഞ്ഞതിൽ കൂട്ടുകയുമില്ല കുറക്കുകയുമില്ല. അവിടെ നിൽക്കൂ, പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ലഹ ഇൻ സദഖ, പറഞ്ഞത് സത്യമാണ് എങ്കിൽ അവൻ വിജയിച്ചിരിക്കുന്നു. ഈ പറഞ്ഞത് ഒരിക്കലും സുന്നത്ത് ഉപേക്ഷിക്കാനല്ല. വാജിബ് ഒരാൾ എത്രയെല്ലാം സൂക്ഷ്മതയോടെ കൂടി നിർവഹിച്ചാലും അതിൽ കുറവുകൾ ഉണ്ടാകും. അത് പരിഹരിക്കാനാണ് എന്ത്? സുന്നത്ത്. നിസ്കാരത്തിൽ കുറവുകൾ ഉണ്ടാകും, ശ്രദ്ധ ഉണ്ടാവാതെ പോകാൻ പറ്റും. അങ്ങനെയുള്ള കുറവുകൾ പരിഹരിക്കാൻ നമുക്ക് എന്ത് വേണം? സുന്നത്തില്ലാതെ പറ്റില്ല. ഇതാണ് തഹ്ഖീഖു തൗഹീദിൽ വാജിബ്. അതിനുള്ള പ്രതിഫലം എന്താണ്? അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, നരകത്തിൽ ഒരു നിമിഷം പോലും അവൻ പ്രവേശിക്കുകയില്ല. കാരണം അള്ളാഹു ഈ പറഞ്ഞത് ചെയ്താൽ അവൻ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.